Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. മദ്യനയ അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇഡി കസ്റ്റഡിയിലാണ്. ഈ മാസം 28 വരെ ഇഡി കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് റോസ് അവന്യൂ കോടതി ഉത്തരവിട്ടു. കേജ്രിവാളിനെ ഉടൻ ഇഡി ഓഫീസിലേക്ക് മാറ്റും. ശക്തമായ സുരക്ഷാ സന്നാഹമാണ് കോടതി പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഓഫീസ് കേന്ദ്രസേന വളഞ്ഞിരിക്കുകയാണ്. ഭയമില്ല എന്നും ജയിലിലിരുന്ന് ഭരിക്കുമെന്നും കേജ്രിവാൾ വ്യക്തമാക്കുന്നു. നമ്മുടെ ചർച്ചയിലേക്ക് കടക്കും മുമ്പ് വിവരങ്ങളുമായി നോബിൾ മാരിക്കാരുണ്ട്. നോബിളിലേക്ക് പോവുകയാണ്. നോബിൾ, ഇപ്പോൾ ഇ ഡി കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നത് 10 ദിവസത്തേക്കാണ്. പക്ഷേ 6 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള തീരുമാനം ആണ് വന്നിരിക്കുന്നത്. എന്താണ് ഉത്തരവിന്റെ വിശദാംശങ്ങൾ? പ്രതി അരവിന്ദ് കെജ്രിവാളിനും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കെജ്രിവാളിന് റൌസാനി കോടതിയിൽ നിന്നും ഇന്നിപ്പോൾ ആശ്വാസം ലഭിച്ചില്ല. 28-ാം തീയതി വരെ 6 ദിവസത്തേക്കാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 28-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും കോടതിയിൽ ഹാജരാക്കണം എന്ന നിർദ്ദേശവും ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നു. എന്താണെങ്കിലും ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 അഭിഭാഷകരാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി വാദം ഉന്നയിച്ചിരുന്നത്. പക്ഷെ ആ വാദങ്ങളൊന്നും ഇന്നിപ്പോൾ അംഗീകരിക്കപ്പെട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 10 ദിവസമായിരുന്നു ഇ ഡി കസ്റ്റഡി ആവശ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ 6 ദിവസം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് ഇന്നിപ്പോൾ കാര്യങ്ങൾ കടന്നിരിക്കുന്നു. രാവിലെ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടായി. അതിന് പിന്നാലെ ഇപ്പോൾ ദില്ലി റൌസാനി കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റിരിക്കുന്നു. കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ കോടതിയിൽ നിന്നായിരുന്നു ഇനി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ആ സാഹചര്യം എന്താണെങ്കിലും അടഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ 28-ാം തീയതി കോടതിയിൽ ഹാജരാക്കുമ്പോഴും ഈ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി എതിർപ്പുകൾ ഉൾപ്പെടെ അറിയിക്കും. പക്ഷെ എന്നാൽ പോലും ഇനിയിപ്പോൾ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ ഈ കേസിൽ ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ TRS നേതാവ് കെ കവിതയും ഇപ്പോൾ ഇ ഡി കസ്റ്റഡിയിലാണ് ഉള്ളത്. അരവിന്ദ് കെജ്രിവാളിനെയും കെ കവിതയും ഒരുമിച്ച് ചോദ്യം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങൾ ഇ ഡിയുടെ പരിഗണനയിൽ ഉണ്ട്. പ്രത്യേകിച്ച് കവിത ഉൾപ്പെടുന്ന സൗത്ത് ഗ്രൂപ്പാണ് ഈ 100 കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് നൽകിയത് എന്നാണ് ഇ ഡിയുടെ പ്രധാന ആരോപണം. എതിലെയാണ് ഈ പണം വന്നത്, അതോടൊപ്പം ഏത് തരത്തിൽ ഇതിനെ വിനിയോഗിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ. ഈ പണം മേടിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോഴും വ്യക്തമായ തെളിവുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഉറപ്പിക്കുന്ന ഈ ഇ ഡിയുടെ വാദം ഉറപ്പിക്കുന്ന വലിയ തെളിവുകൾ ഇ ഡിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇ ഡിയുടെ ഭാഗത്ത് എന്താണെങ്കിലും ഉണ്ടാകും. അത്തരത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുക. അതേസമയം മറുവശത്ത് ആം ആദ്മി പാർട്ടിയാണെങ്കിൽ ഈ വിഷയം ഇനിയിപ്പോൾ രാഷ്ട്രീയമായി നേരിടുക എന്നത് മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് മുന്നിലുള്ള വഴി. അതോടൊപ്പം തന്നെ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ തുടരുകയും നാളെ ഇപ്പോൾ ആം ആദ്മി ഐക്യയിൽ തന്നെ, അതായത് ദില്ലിയിലെ BJP ആസ്ഥാനത്തേക്ക് തന്നെ വീണ്ടും പ്രതിഷേധ മാർച്ച് നിശ്ചയിച്ചിട്ടോടൊപ്പം തന്നെ 26-ാം തീയതി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഉൾപ്പെടെ മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ പരമാവധി ശ്രദ്ധ ജനങ്ങളെ എത്തിച്ചുകൊണ്ട് ജനങ്ങളെ കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാകണം ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ് ഇപ്പോൾ കേന്ദ്രസേന വളഞ്ഞിരിക്കുന്നു. ഭയമില്ല എന്നും ജയിലിൽ നിന്ന് ഭരിക്കുമെന്നുമാണ് കേജ്രിവാൾ ഈ ഉത്തരവിന് ശേഷം പ്രതികരിച്ചതെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. പ്രതിപക്ഷത്തെ പൂട്ടാനോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ആദ്യം ഹേമന്ത് സോറൻ. ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ ആദ്യമുള്ള അറസ്റ്റാണ്, ആ രൂപത്തിലുള്ള ആദ്യ അറസ്റ്റാണ് കേജ്രിവാൾ. ഇനി അങ്ങോട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണോ ലഭിക്കുന്നത്? ഇപ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തെ കണ്ടിരിക്കുന്നതും ആ രൂപത്തിലാണ് തോന്നുന്നു. നോക്കൂ സ്മൃതി, കഴിഞ്ഞൊരു 6 മാസമായിട്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിലാണ് അവസാനത്തെ പാർലമെൻറ്റ് സമ്മേളനം നടന്നത്. 17ാം ലോക്സഭയുടെ അവസാനത്തെ സമ്മേളനമായിരുന്നു അത്. മറ്റൊരു കാരണത്താൽ ചരിത്രത്തിൽ ഇടം നേടിയ സമ്മേളനം എന്താണെന്നറിയോ? 141 പ്രതിപക്ഷ MP-മാരെയാണ് സസ്പെൻഡ് ചെയ്തത്. 95 MP-മാരെ ലോക്സഭയിൽ നിന്നും 50 MP-മാരെ രാജ്യസഭയിൽ നിന്നും. 141 MP-മാരെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40% ഇന്ത്യൻ ജനതയുടെ ശബ്ദം പാർലമെൻറ്റിൽ മുഴങ്ങി കേൾക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഏകപക്ഷീയമായി ഇത്രയധികം MP-മാരെ കൂട്ടമായി സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് കണ്ടത്, ഇന്ത്യൻ സമൂഹം കണ്ടത്. എന്തൊക്കെയാണ് പാർലമെൻറ്റിൽ ആ സെഷനിൽ സംഭവിച്ചത്? നോക്കൂ, പാർലമെൻറ്റ് സമ്മേളനം അവസാനിച്ചതേ രാമക്ഷേത്ര നിർമ്മാണം അയോധ്യയിൽ നടത്തിയതിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിക്കൊണ്ടാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണ്. ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഓരോ പ്രധാനമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വയ്ക്കുന്നത്, MP-മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വയ്ക്കുന്നത്. അങ്ങനെ ഒരു പാർലമെൻറ്റിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തെ നിർമ്മിച്ചതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ കഴിഞ്ഞ മെയ് മാസം നമ്മൾ എന്താ കണ്ടത്? ചെങ്കോൽ സ്ഥാപിക്കുകയാണ് പാർലമെൻറ്റിൽ. ചെങ്കോൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹിന്ദു രാജാക്കന്മാരുടെ അധികാരത്തിൻ്റെ ചിഹ്നമാണ് ചെങ്കോൽ.
അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് നേരിട്ട് പാർലമെൻറ്റിൽ വന്ന് പിന്നെ ഹിന്ദു സന്യാസിമാരുടെ ചാൻറ്റിങ് എന്ന് പറയത്തില്ലേ, ഇങ്ങനെ ജപഘോഷങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ചെങ്കോല് സ്ഥാപിച്ചത്. പുതിയ പാർലമെൻറ്റിലേക്ക് എങ്ങനെയാണ് പിന്നെ ഇന്ത്യൻ പിന്നെ സർക്കാർ ആ പുതിയ പാർലമെൻറ്റ് ഉദ്ഘാടനം നിർവഹിച്ച ഏത് ദിവസമാണ്? ഗണേശ ചതുർത്ഥിയുടെ ദിവസമാണ്. ഈ രീതിയിൽ ഇന്ത്യയുടെ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഭരണഘടനയുടെ സങ്കല്പത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനവുമില്ലാതെ യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ മൂല്യവുമില്ലാതെ ഒരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മൾ കണ്ടത്. ഇത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അവസ്ഥയാണെങ്കിൽ സംസ്ഥാനങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെയും പീഡിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവം നടത്തിയല്ലോ. നമ്മൾ ഈ പറയുന്ന അരവിന്ദ് കേജ്രിവാളിൻ്റെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നലെ വളരെ നിർണായകമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. RN രവിയെ കുറിച്ചാണ് ആ വിധി. തമിഴ്നാട് ഗവർണർക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒരു അപേക്ഷ നൽകുന്നു. എന്താണ് അപേക്ഷ? കെ പൊന്മുടിയെ വീണ്ടും ക്യാബിനറ്റിലേക്ക് എടുക്കണം. അത് അദ്ദേഹത്തിൻ്റെ പ്രൊറോഗേറ്റീവാണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ. മാത്രമല്ല ഈ പൊന്മുടിക്കെതിരായിട്ടുള്ള പിന്നെ ശിക്ഷാ നടപടികൾ പിന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിട്ടതിന് ശേഷമാണ് ആ അപേക്ഷ സമർപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് RN രവി പറഞ്ഞത്? ഗവർണർ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ ലംഘനമാണ് എന്നാണ്. ഭരണഘടനാപരമായ ഒരു സദാചാരമുണ്ട്, അതിൻ്റെ ലംഘനമാണ്. അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞാലും നമുക്കിവിടെ ഇയാളെ മന്ത്രിസഭയിൽ എടുക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയാണ് വെല്ലുവിളിക്കുന്നത് RN രവി എന്ന് പറഞ്ഞ ഗവർണർ. അപ്പോൾ ആ ഗവർണർക്ക് പിന്നെ ഇന്ന് നമ്മൾ കണ്ട കാഴ്ച എന്താണ്? പൊന്മുടിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടി വന്നു. ഇന്നലത്തെ ഉത്തരവാണ് സുപ്രീം കോടതിയുടെ. ഈ രീതിയിൽ ഗവർണർമാരെ ഉപയോഗിച്ചിട്ടാണ് പീഡനം മുഴുവനെ ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. ഇപ്പോൾ തമിഴിസൈ സൗന്ദരരാജൻ എന്ന് പറഞ്ഞിട്ട് തെലങ്കാനയിൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നല്ലോ. ആ തെലങ്കാന ഗവർണർക്കെതിരെ എത്ര രൂക്ഷമായ വിമർശനമാണ് പിന്നെ സുപ്രീം കോടതി ഉന്നയിച്ചത്. ഇപ്പോൾ ഈ തമിഴിസൈ സൗന്ദരരാജൻ ചെന്നൈ സൗത്തിലെ ലോക്സഭാ കാൻഡിഡേറ്റാണ് BJPയുടെ. ആയിക്കോട്ടെ, രാഷ്ട്രീയമുണ്ട്. അങ്ങനെ അവരുടെ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്നവരെ തന്നെയാണ് അവർ ഗവർണർമാരും ഒക്കെ ആക്കുക, ഒരു സംശയവുമില്ല. പക്ഷേ ഗവർണർ പദവിയിൽ നിന്ന് രാജിവെച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെന്നൈ സൗത്തിൽ മത്സരിക്കാൻ പോവുകയാണ് ഈ കഥാപാത്രം. അതിനും ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിനെ അവഹേളിക്കുക, യാതൊരു തരത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടാതെ പോവുക. എന്താണ് ജനാധിപത്യം എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്? നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിൽ നടപ്പാക്കുന്നതിനെ അല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. നല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷമുള്ള ആളുകൾ ന്യൂനപക്ഷത്തെ ബഹുമാനിക്കുകയും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഉത്തമമായ മഹത്തായ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇവിടെ നേരെ മറിച്ചാണത്. ഏകപക്ഷീയമായി അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. സോണിയാഗാന്ധി ഇന്നലെ വന്നിരുന്ന ഒരു വാർത്താ സമ്മേളനം നടത്തിയല്ലോ. എന്താ പറഞ്ഞത്? ഞങ്ങൾ 5 പൈസ ഇല്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഫണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൊടുക്കാൻ പൈസയില്ല, ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പൈസയില്ല. നോക്കൂ, രാജ്യത്തെ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടി ഇലക്ഷൻ്റെ സമയത്ത് ഫ്രീസ് ചെയ്യാണ് അവരുടെ അക്കൗണ്ട്. അങ്ങനെ ഏകപക്ഷീയമായി അധികാരമുണ്ട് ഞങ്ങൾക്ക്, ഞങ്ങൾ തീരുമാനിക്കും. ഒരു ഷോർട്ട് ടേം പാർലമെൻറ്റ് സെഷൻ നടന്നു. സെപ്റ്റംബറിലാണ് നടന്നത്. ചെറിയൊരു പാർലമെൻറ്റ് സമ്മേളനം നടന്നത്, കുറച്ച് ദിവസത്തേക്കായിരുന്നു. അത് സാധാരണഗതിയിൽ പാർലമെൻറ്റ് സമ്മേളനം നടക്കുക എങ്ങനെയാണെന്നറിയാവോ? പാർലമെൻറ്റിൻ്റെ സ്പീക്കർ, ലോക്സഭാ സ്പീക്കർ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് അനൗൺസ് ചെയ്യും ഡേറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ അജണ്ട കൊടുക്കും കൃത്യമായിട്ട് ഈ പറയുന്ന പ്രതിപക്ഷാംഗങ്ങൾക്ക്. വേണമെങ്കിൽ ഒരു സർവകക്ഷി യോഗവും അതിന് മുന്നോടിയായിട്ട് നടത്തും. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പബ്ലിക് റാലിയിൽ പറയുകയാണ്, ഇതാ ഞങ്ങളൊരു ഹ്രസ്വകാല പാർലമെൻറ്റ് സമ്മേളനം നടത്താൻ പോകുന്നു. അത് ഹ്രസ്വമായിരിക്കും, പക്ഷേ അത് വലിയ ഹ്യൂജ് ആയിരിക്കും. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹ്യൂജ് ഈവൻ ദോ ഇറ്റ് ഈസ് ഷോർട്ട്. കാരണം എന്താ വെച്ചാൽ വലിയൊരു സംഭവം ഞങ്ങൾ നടപ്പാക്കാൻ പോകുമെന്നാണ് പറയുന്നത്. ഈ രീതിയിൽ പ്രതിപക്ഷത്തെ കോൺഫിഡൻസിലെടുക്കാതെ, പ്രതിപക്ഷത്തെ ബഹുമാനിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 6 മാസമായി വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓരോ ഇന്ത്യക്കാരനും യഥാർത്ഥത്തിൽ ജനാധിപത്യ വിശ്വാസികളായ ഓരോ പൗരന്മാരും ശരിയായ രീതിയിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ്, നിർണായകമായ തിരഞ്ഞെടുപ്പാണ് 24 നടക്കാൻ പോകുന്നത്. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം കൂടി പറയാം. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ നിന്ന് അഭിഷേക് മനു സിംഗ്വി അവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടല്ലോ, ഞാൻ അത് വായിക്കാം. ദെയർ ഈസ് എ ന്യൂ പാറ്റേൺ. ഇപ്പോൾ ഒരു പുതിയ രീതി സംജാതമായിരിക്കുന്നു. യു ഹാവ് എ വിറ്റ്നസ് ഹു ഡസ് നോട്ട് നെയിം കെജ്രിവാൾ ഇൻ ഫസ്റ്റ് ഓർ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നിങ്ങൾക്കൊരു വിറ്റ്നസിനെ കിട്ടിയിരിക്കുന്നു. ആ വിറ്റ്നസ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം ചെയ്യൽ, വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സാക്ഷിയാണ് കേട്ടോ, ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം ചെയ്യലിൽ കെജ്രിവാളിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? യു അറസ്റ്റ് ചെയ്യും, നിങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒപ്പോസ് ബെയിൽ വെഹിമെൻ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ കർശനമായി അദ്ദേഹത്തിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ, ജാമ്യാപേക്ഷയെ തള്ളിക്കളയുന്നു. ദെൻ ഹീ ടേൺസ് അപ്രൂവർ. അപ്പോൾ അയാളൊരു മാപ്പുസാക്ഷിയായി തീരുന്നു. ആൻഡ് വൺ ഫൈൻ ഡേ ഹി ഗീവ്സ് എ ബ്രില്യൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു, കെജ്രിവാൾ കുറ്റക്കാരനാണ് എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം ഒരു വിറ്റ്നസ്സായിട്ട് ഇയാളെ സമീപിക്കുന്നു, അയാളെ ചോദ്യം ചെയ്യുന്നു, അയാൾ ഇത് പറയാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അയാളെ കുറ്റക്കാരനായി കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അയാൾക്ക് ബെയിൽ കൊടുക്കുന്നില്ല, അയാളെ പീഡിപ്പിക്കുന്നു. എന്നിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങിക്കുന്നു. ഈ കഥാപാത്രം ആരാണ്? അരബിന്ദോ ഫാർമയുടെ ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ആളാണ് ഈ കേസിൽ, ഈ ഡൽഹി ലിക്കർ കേസിൽ അപ്രൂവറായി മാറിയത്. ഈ അപ്രൂവർ
അപ്രൂവറായി മാറിയ കഥാപാത്രത്തെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ദിവസവും നമ്മൾ സംസാരിച്ചു. ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ നവംബർ 10 ഇദ്ദേഹം അറസ്റ്റിലാവുന്നത്. എപ്പോൾ? 2022 നവംബർ 10. നവംബർ 15 അദ്ദേഹം 5 കോടിയുടെ ബോണ്ട് വാങ്ങിച്ചു. എന്നിട്ട് അത് നേരെ BJPക്ക് സംഭാവന ചെയ്തു. മെയ് 2023 ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ മെയ് 2023 ഇദ്ദേഹത്തെ അപ്രൂവർ ആക്കണമെന്ന് പറഞ്ഞിട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അദ്ദേഹം അപ്രൂവർ ആവുന്നു. ജൂൺ 2023 അദ്ദേഹം വീണ്ടും 34.5 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി BJPക്ക് സംഭാവന ചെയ്യുന്നു. 50 കോടിയുടെ വാങ്ങിയിട്ടുണ്ട്, അതിനകത്ത് BRS കൊടുത്തിട്ടുണ്ട്, TDPക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ 34.5 കോടി രൂപയാണ് സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാപ്പുസാക്ഷിയെ ഉണ്ടാക്കി ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് അടിസ്ഥാനത്തിൽ കേജ്രിവാൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെ ഒരു കണക്ക് തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2014 മുതൽ 2022 വരെയുള്ള 8 വർഷക്കാലം, അതുവരെയുള്ള കണക്കാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. 121 രാഷ്ട്രീയക്കാർക്കെതിരായിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് കേസെടുപ്പിച്ചിരിക്കുന്നത് മോഡി. അതിൽ 116 പേരും ഒപ്പോസിഷൻ MPs ആണ്, അല്ലെങ്കിൽ ഒപ്പോസിഷൻ ലീഡേഴ്സാണ്. 5 പേര് മാത്രമാണ് മറ്റ് കേസുകളിൽ പെട്ടിരിക്കുന്നവർ. അപ്പോൾ 116 പ്രതിപക്ഷ നേതാക്കളെയും ED ഉപയോഗിച്ച് പീഡിപ്പിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ഈ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല പ്രയോഗം നടത്തിയത് ഈ പറയുന്ന നരേന്ദ്രമോദിയാണ്. എന്നാൽ സ്വിച്ച് ചെയ്ത് നേരെ BJPയിലേക്ക് മാറുന്ന ആർക്കെതിരെയും കേസില്ല. നമ്മളത് ആവർത്തിച്ച് പറഞ്ഞേ പറ്റുള്ളൂ സ്മൃതി. കാരണം വെച്ചാൽ സുവേന്ദു അധികാരിയുടെ കേസ് എന്തായി, തപസ് റോയുടെ കേസ് എന്തായി, മുകുൾ റോയുടെ കേസ് എന്തായി, ഹിമന്ത ബിശ്വ ശർമ്മയുടെ കേസ് എന്തായി, അജിത് പവാറിൻ്റെ കേസ് എന്തായി, ഈ രീതിയിൽ നാരായൺ റാണയുടെ കേസ് എന്തായി, ഈ രീതിയിൽ BJP പാളയത്തിലേക്ക് മാറുന്നവരുടെ എല്ലാവരുടെയും കേസുകൾ ഒഴിവാക്കി കൊടുക്കുകയും നിരന്തരമായി പ്രതിപക്ഷ പാർട്ടികളുടെ ആളുകളെ തിരഞ്ഞുപിടിച്ച് അവരെ ED കേസിൽ കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയ തന്ത്രം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. EDയെ ഉപയോഗിക്കുക, പാർലമെൻറ്റിൽ തങ്ങളുടെ അധികാരവും ഭൂരിപക്ഷവും ഉപയോഗിച്ച് എന്തും വിളിച്ചു പറയുക, ഏത് പ്രമേയവും പാസ്സാക്കുക, പ്രതിപക്ഷത്തെ ഒന്നടങ്കം പുറത്താക്കുക, പാർലമെൻറ്റിൻ്റെ മതേതര സ്വഭാവത്തെ മുഴുവൻ ഇല്ലാതാക്കുക, പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ട് മരവിപ്പിക്കുക, അവരെ കേസുകളിൽ കുടുക്കി ജയിലിലടയ്ക്കുക. ഈ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം അപകടകരമായൊരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യം. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം അതാണ്. കാരണം ഈ ജർമ്മൻ കവിതയിൽ നിമോളർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അവരെന്നെ തേടി വന്നു, അവരാദ്യം കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു, അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. അവർ പിന്നീട് തൊഴിലാളികളെ തേടി വന്നു, അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. അവർ ജൂതന്മാരെ തേടി വന്നു, അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. അവസാനം അവരെന്നെ തേടി വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നാസി ജർമ്മനിയുടെ കാലത്ത് ഫാസിസത്തിനെതിരായിട്ടൊരു കവി പറഞ്ഞതാണ്. അത്തരം ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബുദ്ധിപരമായി, വിവേകപരമായി, സാമൂഹിക ഉത്തരവാദിത്വത്തോടുകൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വോട്ടവകാശം ഉപയോഗിക്കേണ്ട ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ദീർഘമായി തന്നെ ഉണ്ണിബാലകൃഷ്ണൻ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയാം ഇടവേളയ്ക്ക് ശേഷം. പ്രതിപക്ഷത്തെ പൂട്ടാനോ എന്ന ചർച്ച തുടരുകയാണ്. ഡോക്ടർ അരുൺ, ഇന്ന് പ്രതിപക്ഷം തെരുവിലിറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. കേരളത്തിലാകട്ടെ മോദിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അടക്കം നടന്നിരിക്കുന്നു. സ്മൃതി, പ്രതാപ് ഭാനുമേത്ത എന്ന് പറയുന്ന ഭരണഘടനാ വിദഗ്ധനും രാഷ്ട്രതന്ത്രജ്ഞനും പറഞ്ഞൊരു വാചകമുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം എന്നുള്ളത് ഒരു മിത്തായി മാറിക്കൊണ്ടിരിക്കുന്നു. അതൊരു ഇല്ലിബറലായ, അതൊരു മെജോറിറ്റേറിയനായ, അതൊരു ഇൻടോളറൻ്റായ ജനാധിപത്യമായി പരിണമിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പ്രതാപ് ഭാനുമേത്ത പറഞ്ഞത്. യഥാർത്ഥത്തിൽ അടുത്തിടെ നടക്കുന്ന 2014 മുതൽ ഇതുവരെയുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ നമ്മൾ നോക്കിയാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റവും ഈ 3 വാക്കുകളിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇല്ലിബറലാണ്, മെജോറിറ്റേറിയനാണ്, ഇൻടോളറൻ്റാണ്. മെജോറിറ്റേറിയനിസവും മണി പവറും മസിൽ പവറും മീഡിയ പവറും, ഈ 4 M പവറുകൾ കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണമായിട്ടും മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു BJP ഗവൺമെൻറ് എന്നുള്ളത്, നരേന്ദ്രമോദി സർക്കാർ എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. ഇതാണ് ഈ ഘട്ടത്തിൽ എൻ്റെ ആദ്യത്തെ നിരീക്ഷണം. ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? EDയുടെ കണക്ക് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചു. ED കഴിഞ്ഞ 121 കേസുകളിൽ 2014 മുതൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 115 പേരും ഒപ്പോസിഷൻ ലീഡേഴ്സ് ആയിരുന്നു. അതായത് 6 പേര് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള 115 പേരും പ്രതിപക്ഷത്തു നിന്നുള്ളവരായിരുന്നു എന്നുള്ളതാണ് കണക്ക്. 2005 മുതലുള്ള കണക്ക് നിങ്ങൾ എടുത്തു നോക്കൂ സ്മൃതി. 2005 കോൺഗ്രസിൻ്റെ കാലത്ത്, UPA സർക്കാരിൻ്റെ കാലത്താണ് PMLA ആക്ട് വരുന്നതും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഈ അധികാരം കിട്ടുന്നതും. 2000-ഓളം ഉദ്യോഗസ്ഥർ മാത്രമുള്ള EDയെ ഒരു എഫക്റ്റീവായ പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കാമെന്ന് കണ്ടെത്തി എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട ശൃഗാല തന്ത്രം എന്ന് പറയുന്നത്. ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാല ശൃഗാല തന്ത്രം എന്നാണ്.
ED കൊണ്ടുവന്നത് ഒരു ഭസ്മാസുരനായി തന്നെ പ്രതിപക്ഷത്തിന് ഇപ്പോൾ അത് അനുഭവപ്പെടുന്നുണ്ടാവും. കൊണ്ടുവരുന്നത് കോൺഗ്രസ് ആണെങ്കിലും അന്ന് കോൺഗ്രസിൻ്റെ കാലത്ത് ഒരാൾ പോലും അതിൽ കൺവിക്ട് ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ BJP സർക്കാർ വരുന്ന 2014 മുതലുള്ള കണക്കെടുത്ത് നോക്കിയാൽ ആകെ ശിക്ഷിക്കപ്പെട്ടത് 25 പേർ മാത്രമാണ്. 5906 കേസുകളിൽ 17 വർഷത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിൽ 5906 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ കേവലം 25 പേർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ കൺവിക്ഷൻ റേറ്റ് 0.42% മാത്രമായ ഒരു ED ആണ് ഇന്നിപ്പോൾ രണ്ട് മുഖ്യമന്ത്രിമാരെ, ഒരാൾ ഒരു ഭാഗത്ത് ഹേമന്ത് സോറൻ, മറ്റൊന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തിരഞ്ഞെടുപ്പ് കാലത്ത് വളരെ പ്രകടമാകുന്ന അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള BJPയുടെ ശൃംഖലാതന്ത്രമാണ്. രണ്ട് രീതിയിലാണ്. ഒന്നൊരു ഭയമുണ്ടാക്കുക, ഒപ്പം തന്നെ ഒരു പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ധാർമ്മികതയെ ചോദ്യം ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു വശം. രണ്ടാമത്തത് നമ്മൾ ആയാറാം ഗയാറാം എന്ന് പറയും. ഗയാറാം എന്ന വാക്ക് വരുന്നത് തന്നെ ഹരിയാനയിൽ ഈ ഗയാലാൽ എന്ന് പറയുന്ന ഒരു നേതാവ്, ഒരു MLA തുടർച്ചയായി മുന്നണി മാറി ഒരു ചലനം സൃഷ്ടിച്ചതുകൊണ്ടാണ്. പിന്നീടാണ് 1985 ആൻറ്റി ഡിഫെക്ഷനൊക്കെ വരുന്നത്. ഇന്നിപ്പോൾ ആ ആയാറാം ഗയാറാം എന്നുള്ളത് ഏതെങ്കിലും ഒരു സ്ഥാനത്തിനു വേണ്ടിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലമാണോ മാറുന്നത് എന്ന ചോദ്യത്തിൽ നിന്നും മാറി അന്വേഷണ ഏജൻസികളെ ഭയന്ന് പാർട്ടിയും മുന്നണിയും മാറുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളുടെ മുമ്പിൽ വിശദമായൊരു ലിസ്റ്റ് തന്നെയുണ്ട്. ഈ കണക്കുകൾ നമ്മളോട് പറയുന്നുണ്ട്. രസകരമായൊരു കണക്കുണ്ട്. 2014 മുതൽ ഇതുവരെ മൊത്തം കാലുമാറി MLA-മാരുടെയും MP-മാരുടെയും കണക്ക് പരിശോധിച്ചാൽ 405 പേരുണ്ട്. ഈ 405 പേരിൽ 44% ചേക്കേറിയിരിക്കുന്നത് BJP-യിലേക്കാണ്. അതിൽ തന്നെ 42% വന്നിരിക്കുന്നത് കോൺഗ്രസ് പാളയത്തിൽ നിന്നാണ്. അതിൽ തന്നെ 95% ആളുകൾക്കും ED-യുടെയോ CBI-യുടെയോ IT-യുടെയോ റെയ്ഡ് ഭയന്നാണ് അവർ വന്നത് എന്ന് അവർ തന്നെ പരോക്ഷമായി സമ്മതിച്ചിട്ടുള്ളതാണ്. അതിലൊരാളാണ് നേരത്തെ പറഞ്ഞ തപസ് റോയ്, അതിലൊരാളാണ് നേരത്തെ പറഞ്ഞ സുവേന്ദു അധികാരി. അപ്പോൾ ED ആദ്യം വീട്ടിലേക്ക് ചെല്ലുന്നു, സുവേന്ദു അധികാരി ആദ്യം അതിൽ കേസിനെ നേരിടാൻ ഒരുങ്ങുന്നു, പരാജയപ്പെടുന്നു, BJP-യിലേക്ക് പോകുന്നു, വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നു. തപസ് റോയ് കേസെടുക്കുന്നു, റെയ്ഡ് ചെയ്യുന്നു, കേസിലേക്ക് പോകുന്നു, പരാജയപ്പെടുമെന്ന് തോന്നുന്നു, BJP-യിലേക്ക് പോകുന്നു, വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നു. അങ്ങനെ മുകുൾ റോയ് സമാനമായ രീതിയിൽ ഒഴുക്ക് തുടരുന്നു. എന്നാൽ ഈ ഒഴുക്കിൽ പെടാതുന്നവരുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടതാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിനെതിരെ നൈപുണ്യ സ്കിൽ പദ്ധതി പ്രകാരമുള്ള ഒരു അഴിമതി കേസ് രജിസ്റ്റർ ചെയ്ത് അവിടെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ചന്ദ്രബാബു നായിഡു BJP പാളയത്തിലേക്ക് തിരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ D. ശിവകുമാറിനെ മാറ്റാൻ കഴിയുന്നില്ല, ഭൂപീന്ദർ സിംഗ് ഹൂഡയെ മാറ്റാൻ സാധിക്കുന്നില്ല, സ്റ്റാലിനെ മാറ്റാൻ സാധിക്കുന്നില്ല. ഇവർക്കൊക്കെ നേരെ നിരന്തരമായി കേരളത്തിൽ CPM-നെതിരെ കരുവന്നൂരിനെ മുൻനിർത്തി, സ്വപ്ന സുരേഷിനെ മുൻനിർത്തി ED ഉപയോഗിച്ചുകൊണ്ട് ഭയപ്പെടുത്തി ഒന്നുകിൽ ആ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്ന ആശയത്തെ ചോദ്യം ചെയ്യുക, അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കളം മാറ്റുക. ഈ ശൃംഖലാതന്ത്രം ഉപയോഗിച്ചിട്ടും പരാജയപ്പെടാതെ നിന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് ഇത് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിലിൽ പോകുമ്പോൾ ഇന്ന് അഭിഷേക് മനു സിംഗ് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. റോസ് അവന്യൂ കോടതിയിൽ ഒരു വോട്ട് പോലും രേഖപ്പെടുത്തുന്നതിന് മുൻപ് വിധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ED-യെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിക്കുകയാണ്, ഒരു ഇലക്ഷൻ ടൂളായി ഉപയോഗിക്കുകയാണ്. അവിടെയാണ് ഭാനു മേത്ത പറഞ്ഞ ഒരു മെജോറിറ്റേറിയനിസത്തിലൂടെ ഇല്ലിബറലായ ഒരു ജനാധിപത്യത്തെ എങ്ങനെയാണ് ഈ വൈറ്റ് വാഷിംഗ് മെഷീൻ ED ഉപയോഗിച്ചുകൊണ്ട് ഈ ശൃംഖലാതന്ത്രം കളിക്കുന്നത് എന്നത് നമ്മളെ ഭയചകിതനാക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മുറിയിലേക്ക് കടന്നു വരാം. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുകൂടി നമ്മൾ അറിയണം. ഇത് ചുരുങ്ങിയ പക്ഷം അടുത്ത ജൂലൈ മാസത്തിൽ സുപ്രീം കോടതി ഈ വിജയ്ലാൽ ചൗധരിയുടെ കേസ് എടുക്കാൻ പോകുന്നുണ്ട്. ഈ വിജയ് മദൻലാൽ ചൗധരിയുടെ കേസിൽ 2022 3-അംഗ ബെഞ്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 2 പ്രൊവിഷനുകളുണ്ട്. PMLA ആക്ടിലെ ഈ പ്രൊവിഷനുകളാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിനും തടസ്സമായി തീർന്നത്. അഭിഷേക് മനു സിംഗിയും ചൗധരിയും ഇന്ന് വളരെ ഗുപ്തയും ഒക്കെ ശക്തമായി വാദിച്ചിട്ടും ഇന്ന് റോസ് അവന്യൂ കോടതിയിലെ ജഡ്ജിക്ക് ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി, അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായി വിധി പറയാൻ കഴിയാതെ പോയത് നേരത്തെയുള്ള സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ്. 2022 ആ വിധി വരുന്നത്. ആ വിധി പ്രകാരം എന്താ സംഭവിച്ചത്? ഈ ED രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ED-യുടെ FIR ഉണ്ടല്ലോ, നമ്മളതിനെ പറയുന്നത് ECIR എന്നാണ്. ECIR കുറ്റാരോപിതനായ വ്യക്തിക്ക് നൽകേണ്ടതില്ല എന്ന ഒരു വിചിത്രമായ ഒരു പ്രൊവിഷൻ ആക്ടിൻ്റെ ഭാഗമാണ്. നമ്പർ 2, അതിൽ തന്നെയുള്ള ഫിനാൻഷ്യൽ ക്രൈംസിൽ പെടുമ്പോൾ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്നുള്ളത് റിവേഴ്സ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ സാധാരണ CRPC പ്രകാരം ഒരു FIR ഇടുമ്പോൾ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത സ്റ്റേറ്റിനാണെങ്കിൽ ഇവിടെ എൻ്റെ നിരപരാധിത്വം
നിരപരാധിത്വം തെളിയിക്കേണ്ടി വരുന്ന ബാധ്യത എന്നിൽ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ ജഡ്ജിക്ക് ബോധ്യപ്പെടണം പ്രൈമാ ഫേസിയെ അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനല്ല എന്ന്. പക്ഷേ ആ ഉത്തരവാദിത്വം ഒരു ജഡ്ജിയും ഏറ്റെടുക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് 10 ദിവസത്തെ കസ്റ്റഡി ചോദിച്ചിട്ടും 6 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വന്നത്. ഇത് ഈ വരുന്ന ജൂലൈ മാസം വീണ്ടും ഒരു ഡിവിഷൻ ബെഞ്ച് കേൾക്കാനിരിക്കുകയാണ് ഈ PMLA ആക്ടിലെ ഈ ഭീതിതമായ ഈ ഡ്രാക്കോണിയൻ പ്രൊവിഷൻ. അതിനെ ഒരുപക്ഷെ റദ്ദു ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമേ ഈ ശൃഗാല തന്ത്രത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കൂ. ഒരൊറ്റ ഏജൻസി ഉപയോഗിച്ച് ജനാധിപത്യത്തെ എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളത് വളരെ മനോഹരമായ രീതിയിലാണ്, നമ്മളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ മോദി സർക്കാർ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിസ്സംശയം പറയാം, ഇന്ത്യ ഒരു ഇല്ലിബറലായ, ഇൻടോളറൻ്റായ, ഒരു മെജോറിറ്റേറിയനായ ഒരു സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ രാത്രി ആം ആദ്മി പാർട്ടി വിശേഷിപ്പിക്കുന്നത് പോലെ അത് പ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നുള്ള ഇൻവേർട്ടഡ് കോമയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു രാത്രിയാണ് എന്ന് നിസ്സംശയം പറയാം. പ്രതിപക്ഷത്തെ പൂട്ടാൻ തന്നെയാണ് തീരുമാനം. നികേഷ് കുമാർ, ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിനുള്ള സമയമായി എന്ന് പോലും പറയുന്ന നേതാക്കളുണ്ട്. അപ്പോൾ ഈ 10 വർഷത്തിനിടെ നരേന്ദ്രമോദി എക്സ്പോസ്ഡ് ആയ ഒരു ദിവസമാണിത്. നമുക്കറിയാവുന്നതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററുടെ അറസ്റ്റാണ്. വലിയ നിലയിലുള്ള വാർത്താ പ്രാധാന്യം അതിന് ലഭിക്കുന്നു. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട്, അതിൻ്റെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ആർക്ക് ഒക്കെയാണ് പണം നൽകിയത്, പണം നൽകിയവർക്ക് എന്തൊക്കെ ക്വിഡ് പ്രോക്കോ ലഭിച്ചു, ഏതൊക്കെ അന്വേഷണ ഏജൻസികളാണ് ഈ വ്യവസായികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്നത്, പിന്നീട് പണം കിട്ടിയതിന് ശേഷം അവരുടെ അന്വേഷണങ്ങൾ എങ്ങനെയാണ് നിലച്ചത് എന്നൊക്കെ നമ്മൾ അറിയേണ്ട മണിക്കൂറുകളായിരുന്നു ഇന്നലെ രാത്രി 9 മണി മുതൽ ഇപ്പോൾ ഇരിക്കുന്ന 9 മണി വരെ. യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ബാക്കി വിവരങ്ങൾ ഹൈജാക്ക് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് നഷ്ടമായിട്ടുള്ള 24 മണിക്കൂറിൽ നഷ്ടമായിട്ടുള്ള കാര്യം. പക്ഷേ അതിലും നേട്ടമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്നേ വരെ 2014 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ നരേന്ദ്രമോദി ഇത്തരം ഈ പ്രതിപക്ഷങ്ങളെ വേട്ടയാടുന്ന ഇപ്പോൾ 95% കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ് എന്നാണല്ലോ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അത് ആളുകൾക്ക് കൃത്യമായി ബോധ്യമാകുന്ന വിധത്തിൽ പോയിരുന്നില്ല. ഇപ്പോൾ അത് കൃത്യമായി ബോധ്യമായിരിക്കുന്നു എന്നുള്ളത്. ഞാൻ വളരെ കുറച്ചേ പറയുന്നുള്ളൂ. നോക്കൂ, നമ്മൾ 2 കാര്യങ്ങളാണ് പ്രധാനമായും നോക്കേണ്ടത്. ഈ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തരാൻ ജൂൺ 30 വരെ സമയം വേണം എന്നാണ് സുപ്രീം കോടതിയിൽ SBI ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ സുപ്രീം കോടതി ഒന്ന് മീശ വിരിച്ചപ്പോൾ ഈ പറയുന്ന വിവരങ്ങളെല്ലാം തന്നെയും ഇന്നലേക്കുള്ളിൽ കൊടുക്കാൻ കഴിഞ്ഞല്ലോ. ഒരു ജാള്യതയും അതിലില്ല കേട്ടോ. നോക്കൂ, ധനവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം SBI എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് ഞങ്ങൾക്ക് ഈ പറയുന്ന വിവരങ്ങളെല്ലാം നൽകാൻ ജൂൺ 30, നമ്മളിപ്പോൾ നിൽക്കുന്നത് മാർച്ചിലാണ്, ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറയുമ്പം ഈ പറയുന്ന 7 ഘട്ട തെരഞ്ഞെടുപ്പും തീരും എന്ന് തീരുമാനിച്ചു. അതെ, അങ്ങനെ 30-ാം തീയതിക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞതാണ് നേരത്തെ സുപ്രീം കോടതി ഒന്ന് വിരട്ടി വിട്ടപ്പോഴേക്കും ഓടിച്ചെന്ന് ഇന്നലത്തോടുകൂടി എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതിയിൽ SBIയെ കൊണ്ട് കള്ളം പറയിപ്പിക്കുക, എന്തിനാണ് കള്ളം പറയിപ്പിച്ചത് എന്നുള്ളത് നമ്മളിപ്പോൾ ഈ അഴിമതിയുടെ ഈ വലിയ കൊടുമുടി കാണുമ്പോൾ മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ണി പറഞ്ഞതിന് കുറച്ചുകൂടി ഞാൻ ഇന്ന് എലാബറേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, അരവിന്ദ് കെജ്രിവാൾ എന്നിവർക്കെതിരെയാണല്ലോ CBIയുടെ EDയുടെ കേസ്. നോക്കൂ, അവരുടെ പേരിലുള്ള ആക്ഷേപം എന്ന് പറഞ്ഞാൽ മദ്യനയ അഴിമതി കേസാണ്. ആരോപണത്തിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എന്നാൽ ഇലക്ട്രൽ ബോണ്ട് നൽകുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്താ നമ്മൾ അറിയുന്നത്? ഈ അരബിന്ദോ ബർമ ലിമിറ്റഡിൻ്റെ ശരത് ചന്ദ്ര റെഡ്ഡി, അയാൾ കൂട്ടുപ്രതിയായിരുന്നല്ലോ. ഈ കൂട്ടുപ്രതി 55 കോടി രൂപയുടെ ബോണ്ടാണ് ആർക്ക് നൽകിയിരിക്കുന്നത്? BJPക്ക് നൽകിയിരിക്കുന്നത്. അതാണ് നേരത്തെ ഉണ്ണി മനു അഭിഷേക് സിംഗ് ഈ കോടതിയിൽ പറഞ്ഞ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു സാക്ഷിയെ കിട്ടുന്നു, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലും അയാൾ കെജ്രിവാളിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അയാളെ അറസ്റ്റ് ചെയ്യുന്നു, അയാളെ കോ-അക്യൂസ്ഡ് ആക്കുന്നു. എന്നിട്ട് അയാളുടെ ജാമ്യത്തിനെതിരെ അതിശക്തമായി കോടതിയിൽ ആദ്യം വാദിക്കുന്നു. പിന്നീട് അയാൾ മാപ്പുസാക്ഷിയാക്കുന്നു. മാപ്പുസാക്ഷിയാക്കിയതിന് ശേഷം അയാളുടെ ബെയിൽ അപ്ലിക്കേഷൻ എതിർക്കുന്നില്ല. അപ്പോൾ ED സാധാരണഗതിയിൽ ഒരു അക്യൂസ്ഡിൻ്റെയോ ബെയിൽ അപ്ലിക്കേഷൻ എതിർക്കാതിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമെന്ന് മാത്രമല്ല 0% ആണ്. ഇയാളുടെ കാര്യത്തിനകത്ത് എതിർക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് അയാൾ
മാപ്പുസാക്ഷിയാകുന്നു. മാപ്പുസാക്ഷി ആയിക്കഴിഞ്ഞതിന് ശേഷം 5 ദിവസത്തിനകം ഇയാൾ ആദ്യത്തെ ട്രാഞ്ച് കൊടുക്കുകയാണ്. അതായത് 5 കോടി രൂപ കൊടുക്കുകയാണ്. പിന്നീട് അത് അയാളുടെ 55 കോടി രൂപയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇതിലൊരു കേസുണ്ട് എന്ന് വാദിച്ചാൽ തന്നെയും ഈ മദ്യനയ അഴിമതി കേസിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ട് എന്ന് വാദിച്ചാൽ തന്നെയും മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും ഒക്കെ തന്നെയും ജയിലിൽ ഇതിനകം മനീഷ് സിസോദിയ ഇപ്പോഴും തുടരുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിലേക്ക് പോയിരിക്കുന്നു. സഞ്ജയ് സിംഗ് ഏറെക്കാലം ജയിലിൽ കിടന്നതാണ്. ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഒരു മെഡിക്കൽ ഗ്രൗണ്ടിൽ വിട്ടതാണ്. അങ്ങനെ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ദീർഘകാലത്തെ അന്വേഷണം നടക്കുകയും ചെയ്യുകയാണല്ലോ. ആ അന്വേഷണം നടന്നോട്ടെ, അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ഇവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു അഴിമതി, ഒരാളെ എങ്ങനെ പ്രതി ചേർക്കണം, ഒരാളെ എങ്ങനെ സാക്ഷിയാക്കണമെന്ന് തീരുമാനിക്കുക, സാക്ഷിയാക്കി കഴിഞ്ഞതിന് ശേഷം അയാൾ ഉപദ്രവിച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് പറയുന്നില്ലെങ്കിൽ അയാളെ പ്രതിയാക്കിയതിന് ശേഷം അയാൾ ഫണ്ട് തരുന്നു എന്ന് കാണുമ്പോൾ അയാളെ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു ക്ലിയർ അഴിമതി നമ്മൾ ഈ ഇലക്ട്രൽ ബോർഡ് വിഷയത്തിൽ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ എന്താ പ്രശ്നം നോക്കൂ, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് വരുന്ന ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് ഇന്ന് കോടതി നടപടികളിലെ എല്ലാവരും നിശ്ചിതമായി വിമർശിച്ചത്. നിങ്ങൾക്ക് ഇന്നിപ്പോൾ കോടതിയിൽ പറയാണ് ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് പറയാം. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങളെന്തിനാണ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് വരുന്നവരെ കാത്തു നിന്നത്? മാർച്ച് മാസം ഈ ദിവസം വരെ കാത്തിരിക്കേണ്ട കാര്യം എന്തിരുന്നു? മനീഷ് സിസോദിയെ ഏതാണ്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരി അറസ്റ്റ് ചെയ്തതല്ലേ? ഈ കേസിലെ എല്ലാ തെളിവുകളും ഉണ്ടെങ്കിൽ അന്ന് തന്നെ ഉണ്ടാകണമല്ലോ സ്വാഭാവികമായിട്ടും. സുപ്രീം കോടതി വരെ മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ പോയതല്ലേ? ഇപ്പോൾ സ്വാഭാവികമായിട്ടും മനീഷ് സിസോദിയയുടെ പേരിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഒരു കോൺസ്പിറേറ്റർ എന്നുള്ള നിലയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെയും മേലെയുള്ളത്. അപ്പോൾ വേണമെങ്കിൽ ഒരു വർഷം മുമ്പ് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ റൈറ്റാണ് അയാൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അത് തടയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ മനീഷ് സിസോദിയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടതുപോലെ വർഷങ്ങളോളം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതൊന്നും ഇന്ത്യൻ ജനാധിപത്യത്തിലില്ല. അതാണ് നേരത്തെ ഞാൻ ആവർത്തിച്ച് നമ്മുടെ കേരളത്തിൻ്റെ വേദിയിൽ വെച്ച് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ കാര്യമുണ്ട്. ഒരാളെ എത്ര കാലം ജയിലിൽ ഇടണമെന്ന് ആദ്യം തീരുമാനിക്കുകയാണ്. എന്നിട്ട് അയാളെ ജയിലിലിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളുടെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത്. അയാൾക്ക് എപ്പോൾ കുറ്റപത്രം കൊടുക്കണം, അയാളെ എത്ര കാലം റിമാൻഡ് ചെയ്യണം, അയാൾക്കെതിരായിട്ടുള്ള വിചാരണ എപ്പോൾ തുടങ്ങണം, ആ വിചാരണയിൽ അന്തിമ വാദം എപ്പോൾ വേണം, അത് കഴിഞ്ഞതിന് ശേഷം എപ്പോൾ വേണം വിധിന്യായം എന്ന് വരെ തീരുമാനിച്ച് കഴിഞ്ഞിട്ടാണ് ഇയാളെ ജയിലിലിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നോക്കൂ, ഇതിനകത്തുള്ള പൊളിറ്റിക്സ് നോക്കുന്നത് ഇതെന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസ്സിന് ആം ആദ്മി പാർട്ടിയെ വിശ്വാസമില്ല, ആം ആദ്മി പാർട്ടിക്ക് തൃണമൂൽ കോൺഗ്രസ്സിന് വിശ്വാസമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തൃണമൂൽ കോൺഗ്രസ്സിന് വിശ്വാസമില്ല. ഇങ്ങനെ ഒരു പരസ്പരം വൈരുദ്ധ്യമുള്ള കുറേ കക്ഷികളുടെ 27 കക്ഷികളുടെ ഒരു ഐക്യമുന്നണി ആയിരുന്നു ഇന്നലെ വരെ യഥാർത്ഥത്തിൽ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇന്ന് അതിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യ ബ്ലോക്കിനെ ജെല്ലിയേൽപ്പിക്കുന്ന കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പശയായി യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് മാറിയിരുന്നു. നേരത്തെ അത് ഹേമന്ത് സോറൻ്റെ അറസ്റ്റ് ആണെങ്കിൽ അത് ആ നിലയിൽ മാറിയിട്ടില്ലായിരുന്നു. പക്ഷേ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ആ നിലയിൽ മാറിയിരിക്കുന്നു എന്നുള്ള ഞാൻ അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് വരാം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് ബാധിക്കാൻ പോകുന്നത് എന്ന് വരാം. മാത്രമല്ല ഇന്ന് സിംഗ്വിയും കപിൽ സിബലും ഒക്കെ തന്നെയും വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് സ്മൃതി പറഞ്ഞതിന് ശേഷം പറയാം. ശരി, പ്രതിപക്ഷത്തെ പൂട്ടാനോ എന്ന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷത്തെ പൂട്ടാനാണ്. അതിലപ്പുറം ആം ആദ്മി പാർട്ടിയെ പൂട്ടാൻ തന്നെയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. അതിപ്പോഴല്ല, കഴിഞ്ഞ ഏപ്രിലിൽ ദേശീയ പദവി ലഭിച്ച ആഴ്ചകൾക്കുള്ളിലാണ് CBIയുടെ നോട്ടീസ് വരുന്നത് ഈ മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല മോദിക്കെതിരെ അതിരൂക്ഷ പരാമർശങ്ങൾ നടത്തുന്ന നേതാക്കൾക്ക് പല രൂപത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാറുണ്ട്. നമ്മൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം കണ്ടിട്ടുള്ളതാണ്. മോദിയും അദാനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് കരുതേണ്ടി വരും. മോദിയാണ് അദാനി ഗ്രൂപ്പിൻ്റെ മുതൽ മുടക്കുന്നതെന്നും അദാനി മാനേജർ മാത്രമാണ് എന്ന അടക്കമുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഇങ്ങനെ കേന്ദ്ര ഏജൻസികളെ വിട്ടുകൊണ്ടുള്ള ഈ അന്വേഷണങ്ങൾ, ഈ രൂപത്തിലുള്ള ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള അന്വേഷണങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതിൽ മുന്നിൽ നിന്ന പാർട്ടിയാണ്. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മാത്രമല്ല ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ വേറെ നിന്നിരുന്ന ഘട്ടത്തിലൊക്കെ BJPയുടെ B
ടീമാണ് ആം ആദ്മി പാർട്ടി എന്നൊരു വിമർശനമാണല്ലോ പൊതുവെ നടത്തിയിരുന്നത്. അതായത് ചില നയങ്ങളിൽ BJPക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ആം ആദ്മി പാർട്ടി എന്നുള്ള വിലയിരുത്തലുമുണ്ട്. ഇപ്പോൾ ഈ അയോധ്യ രാമക്ഷേത്ര ഭൂമി പൂജ ദിവസം നമ്മൾ കണ്ടതാണ്. ഡൽഹിയിൽ ക്ഷേത്ര മാതൃകയുണ്ടാക്കി അയോധ്യയിലേക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. ആ രൂപത്തിൽ BJPക്ക് കിട്ടുന്ന വോട്ട് ആപ്പിലേക്ക് കൂടി പോകാനുള്ള സാധ്യത കൂടി ഇവർ മുന്നിൽ കാണുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. വളരെ ചുരുങ്ങിയ പ്രായമേ ഉള്ളൂ ആം ആദ്മി പാർട്ടിക്ക് മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുമായി വെച്ച് നോക്കുമ്പോൾ. 2012 രൂപീകരിച്ച്, അതായത് അഴിമതിക്കെതിരെ നടന്ന വലിയ പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പാർട്ടിയാണ് അണ്ണാ ഹസാരെ മൂവ്മെന്റ്. അതിലുണ്ടായിരുന്ന കേജ്രിവാൾ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ചൂലുമായി അഴിമതി തൂത്തുവാരാൻ എത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയെ അഴിമതിയുടെ പേരിൽ തന്നെ പൂട്ടുന്നു എന്ന വാദമാണ് ഇവിടെ BJPക്ക് ഉന്നയിക്കാനാവുക. തീർച്ചയായും നിങ്ങളെല്ലാവരും തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്ന ദിവസം, അപ്പോൾ ഞങ്ങളല്ല അഴിമതി കാണിച്ചത്, അപ്പുറത്ത് അതിലും വലിയ അഴിമതിക്കാരനെ ഞങ്ങളിതാ പൂട്ടുന്നു എന്ന രൂപത്തിലേക്ക് വാർത്താ മാധ്യമങ്ങളിലെ അങ്ങോട്ട് ശ്രദ്ധ തെളിക്കുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമങ്ങൾ പൂർണ്ണമായും കേജ്രിവാളിലേക്ക് തിരിയുന്നു. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വിഷയം അവിടെ മാറി നിൽക്കുന്നു. അതാണ് പ്രധാനമായും ഉദ്ദേശിച്ചത്. ആ ഉദ്ദേശത്തിൽ ഒരു തരത്തിൽ BJP വിജയിച്ചിരിക്കുന്നു. പക്ഷേ പല കാര്യങ്ങളും വെളിച്ചത്താവുകയും ചെയ്യുകയാണ്. നേരത്തെ നിങ്ങളെല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹി മദ്യനയ കേസിലെ പ്രതിയുടെ കമ്പനി BJPക്ക് കോടികൾ നൽകിക്കൊണ്ട് മാപ്പുസാക്ഷിയാകുന്നു. മാപ്പുസാക്ഷി ആകാനുള്ള വഴി എന്താണ് എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവരും വ്യക്തമായി കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം. അതോടൊപ്പം റിലയൻസ് ഗ്രൂപ്പ് അടക്കം BJPക്ക് കോടികൾ സമ്മാനിച്ചു എന്നതിൻ്റെ വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ 2019 ഏപ്രിൽ 12 മുതൽ 2024 ജനുവരി 24 വരെയുള്ള ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങളാണല്ലോ തിരിച്ചറിയൽ നമ്പറുകൾ സഹിതം പുറത്തു വന്നത്. അതിൽ കൃത്യമായ കണക്കുകൾ, റിലയൻസുമായി ബന്ധമുള്ള ക്വിക്ക് സപ്ലൈ BJPക്ക് നൽകിയ കോടികൾ, അതിൻ്റെ വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. 3 റിലയൻസ് കമ്പനികൾക്ക് 50% ഓഹരിയുള്ള ക്വിക്ക് സപ്ലൈ ചെയിൻ എന്ന സ്ഥാപനം വഴി BJPയിലേക്ക് കോടികൾ ഒഴുകി എന്നതിൻ്റെ വിവരങ്ങളും പുറത്തു വന്നു. അപ്പോൾ ഇതൊന്നും ചർച്ചയാകരുതെന്നും അപ്പുറത്ത് വലിയൊരു അഴിമതിക്കാരനെ ഞങ്ങൾ പൂട്ടി എന്നുള്ള വാദമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ പറയുന്ന തിരഞ്ഞെടുപ്പിൽ അത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കും, അല്ലെങ്കിൽ പ്രതിഫലിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ നേരത്തെ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒരു ഐക്യം കാണിച്ചിരിക്കുന്നു. തെരുവുകളിൽ പ്രതിപക്ഷം വലിയ രൂപത്തിൽ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് കണ്ട കാഴ്ച CPM-നെ പോലൊരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന, അല്ലെങ്കിൽ രാവിലെ MV ഗോവിന്ദനടക്കമുള്ള നേതാക്കളാണ് പുറത്തിറങ്ങി പ്രതിഷേധിച്ചത്, മോദിയുടെ കോലം കത്തിച്ചത്. കോൺഗ്രസിൻ്റെ പ്രതിഷേധവും നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഡൽഹി തെരുവിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ തെരുവിലൂടെ പോലീസ് വലിച്ചിഴയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പ്രതിഷേധം ആപ്പിൻ്റെ ആസ്ഥാനത്തിന് പുറത്തേക്ക് വരരുത് എന്ന് കണ്ടുകൊണ്ട് പലയിടത്തും ബാരിക്കേഡുകൾ വെച്ച് ബന്ദോബസ്ത് ഉണ്ടാക്കിയ കാര്യം നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു. നാളെയും ഈ പ്രതിഷേധങ്ങളുടെ തുടർച്ചയുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പ്രതിപക്ഷത്തെ പൂട്ടാനുള്ള ശ്രമം ഇവിടെ നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിപ്പോൾ കേജ്രിവാൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇനി മറ്റെന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഉണ്ണിബാലകൃഷ്ണൻ, ഇതിനിടയ്ക്ക് ഈ സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ മോദി ഇവിടെയില്ല, അദ്ദേഹം ഭൂട്ടാനിലാണ്. ഇന്ത്യ ഭൂട്ടാൻ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ അദ്ദേഹം പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊന്നും താൻ പങ്കാളിയല്ല എന്നും കേന്ദ്ര ഏജൻസികളുടെ പണിയെടുക്കുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുകയും ആ രൂപത്തിലുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, നോക്കൂ, ഇന്നിപ്പോൾ വളരെ കൗതുകരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ അഴിമതി പണത്തിൻ്റെ ആ തുകയിലുണ്ടായിട്ടുള്ളൊരു വർധന നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് 100 കോടി രൂപയുടെ അഴിമതിയാണ് ഈ നടന്നിരിക്കുന്നതെന്നും അതിൽ 45 കോടി രൂപ ഗോവയിലെ തെരഞ്ഞെടുപ്പിന് ആം ആദ്മി പാർട്ടി വിനിയോഗിച്ചിട്ടുണ്ട് എന്നുമൊക്കെയാണ് ഈ ഏജൻസികളുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിരുന്ന വാർത്തകൾ. ഇന്നിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നത് എത്രയാണെന്നറിയോ? 600 കോടി രൂപ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് പിന്നെ ബ്ലാക്ക് മണി ആയിട്ട് വാങ്ങിച്ചിരിക്കുന്നു, ഹവാല ഇടപാടുകൾ വഴി വാങ്ങിയിരിക്കുന്നു. ഈ രീതിയിലൊക്കെയാണ് ഈ കേസ് ഫ്രെയിം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, ഇപ്പം 6986 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. അതൊരു വലിയ തുകയാണ്. തൊട്ടടുത്ത് നിൽക്കുന്നത്, രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ഏതാണ് 1380-90 കോടി രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ രണ്ടാം കക്ഷിയേക്കാൾ ബഹുദൂരം മുന്നിൽ, വള്ളപ്പാടുകൾക്ക് മുന്നിലാണ് വലിയ സംഭാവന BJP സമാഹരിച്ചിരിക്കുന്നത്. ഈ ആം ആദ്മി പാർട്ടിക്ക് പറ്റിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ പണം, ഇത് അഴിമതി നടന്നോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. അതൊരു അന്വേഷണത്തിലിരിക്കുന്ന കാര്യമാണ്. അത് ഏജൻസികൾ തെളിയിക്കേണ്ടതുണ്ട്, കോടതി അത് അംഗീകരിക്കേണ്ടതുണ്ട്. എങ്കിലും ഈ 600 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായിട്ട് സമാഹരിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇതിനൊരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. കാരണം വെച്ചാൽ BJP ഈ ഇലക്ട്രൽ ബോണ്ടിനെ നിർവഹിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകുന്ന കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടി, അത് സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് വഴി ട്രാൻസാക്ഷൻ നടത്തുന്നു എന്നുള്ളതാണല്ലോ ഇതിൻ്റെ നിർവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 600 കോടി രൂപ
ഹവാല മാർഗത്തിൽ എന്തിനാണ് വാങ്ങിക്കുന്നത്? ഒരു നല്ല സിസ്റ്റം രാജ്യത്ത് BJP തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 600 കോടി രൂപ വളരെ ലളിതമായി ബോണ്ടുകൾ വഴി ഈ പറയുന്ന സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പിന് കൃത്യമായി ഈ പറഞ്ഞ പാർട്ടിക്ക് കൊടുത്താൽ ഒരു പ്രശ്നവുമില്ല. കാരണം വെച്ചാൽ ഈ സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പ് ഇപ്പോഴല്ലേ നമ്മൾ അറിയുള്ളൂ. ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിന് ശേഷം ഈ സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പാണ് ഈ 600 കോടി രൂപ കൊടുത്തത് എന്നുള്ളത് അറിയാൻ കഴിയുന്ന ഈ സമയത്താണ്. അപ്പം ഈ പറയുന്ന ഒരു കേസും വരേണ്ട കാര്യമില്ല. ഈ രീതിയിലൊക്കെ പണം സമാഹരിക്കാനുള്ളൊരു നല്ല മാർഗം BJP തന്നെ തുറന്നിട്ടിരിക്കുമ്പോൾ എന്തിനാണോ ആം ആദ്മി പാർട്ടി ഈ രീതിയിൽ പോയിട്ടൊരു അബദ്ധത്തിൽപ്പെട്ടത് എന്ന് ചിലപ്പോൾ BJP നേതൃത്വം അതിശയിക്കുന്നുണ്ടാകാം. ഏതായാലും നരേന്ദ്രമോദി ഈ സമയത്ത് രാജ്യത്തുണ്ടായിരുന്നു, രാജ്യത്തില്ലായിരുന്നു എന്നതിനേക്കാൾ അപ്പുറം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇത്രയും വലിയ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഒരു ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ചെറിയ ഏജൻസി ആയിരുന്നു. ഇപ്പോഴും 2000 ഉദ്യോഗസ്ഥർ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അതൊരു പോലീസ് ഏജൻസിയുമല്ല. പക്ഷേ ഈ പറയുന്ന NDAയുടെ ഭരണകാലത്താണ് PMLA 1998 അധികാരത്തിൽ വന്ന് 99 വീണ്ടും അധികാരത്തിൽ വന്ന വാജ്പേയി സർക്കാരാണ് PMLA ആക്ട് കൊണ്ടുവരുന്നത് 2002. ആ ആക്ട് പ്രകാരമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ പറഞ്ഞ ഏറ്റവും വലിയൊരു അധികാര ശക്തിയായി മാറുന്നത്. അതൊരു പോലീസ് ഏജൻസിയല്ല. അതിന് ഏതാണ്ടൊരു വലിയ ഒരു അർദ്ധ കോടതി സ്വഭാവമുള്ള ഒരു അന്വേഷണ സംവിധാനമാണ്. അവിടെ നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാലുണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ അഡ്മിസിബിളാണ്. ഇപ്പം നിങ്ങൾക്ക് റിട്രാക്ട് ചെയ്യാം പോലീസിൻ്റെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നൊക്കെ. അപ്പോൾ ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡി എന്ന് തന്നെ വിളിക്കാവുന്ന, ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള വലിയ അധികാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ അധികാരം എന്ന് പറയുന്നത് ഈ രീതിയിൽ വിനിയോഗിക്കാമെന്ന് കണ്ടെത്തിയത് നരേന്ദ്രമോദിയാണ്. അതാണ് ഞാൻ ഈ ജനാധിപത്യത്തിൻ്റെ പ്രശ്നം പറയുന്നത്. മറിച്ച് ഈ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു, വാജ്പേയി സർക്കാരിൻ്റെ കാലത്തും ഈ അധികാരങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ബാങ്കിങ് കമ്പനികളുമായും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായും ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണിത്. ആ സ്ഥാപനത്തെ അതിൻ്റെ ഈ പറയുന്ന ഒരുപാട് സാധ്യതകൾ വെച്ചുകൊണ്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല പരീക്ഷണം നടത്തിയതും അതിൽ റിസൾട്ട് ഉണ്ടാക്കിയതും നരേന്ദ്രമോദിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. തുടർന്നും ഇത് തന്നെയായിരിക്കും, ഈ രീതികൾ തന്നെയായിരിക്കും അവർ മുന്നോട്ട് കൊണ്ടുപോവുക. അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ രാജ്യത്തെ ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്ക് വേണ്ടത്ര രീതിയിൽ ഇത് ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇന്ന് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം കുറച്ചുകൂടി ശക്തമായ പ്രതികരണങ്ങൾ രാജ്യവ്യാപകമായി ഞാൻ പ്രതീക്ഷിച്ചു. പ്രസ്താവനകൾ വന്നിട്ടുണ്ട്, പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇന്നലെ മുതൽ തന്നെ സ്മൃതി, ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ മുതൽ തന്നെ അഖിലേഷ് യാദവിൻ്റെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും DMKയുടെയും RJDയുടെയും NCPയുടെയും ഒക്കെ പ്രസ്താവനകൾ വന്നിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിൽ വലിയ കുഴപ്പമില്ലാത്ത പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഡൽഹിയിൽ പ്രതിഷേധം ആം ആദ്മി പാർട്ടി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതൃത്വം ഒന്നടങ്കം തെരുവിലേക്ക് വരേണ്ട ഒരു സാഹചര്യമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കാൻ പറ്റുമായിരുന്നു. ഇന്ത്യൻ ജനതയുടെ ഒരു ചർച്ചാ വിഷയമാക്കി ഇത് മാറ്റാൻ കഴിയുമായിരുന്നു. മാധ്യമങ്ങൾക്ക് അതിനെ പിന്തുണയ്ക്കേണ്ടിയും വരുമായിരുന്നു. മാധ്യമങ്ങൾക്ക് അവർ അവകാശപ്പെടുന്ന കവറേജ് നൽകേണ്ടിയും വരുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ടേക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ അരുൺ, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? കാരണം ഇവിടെ കേരളത്തിലേക്ക് ED വരുന്നില്ല എന്നൊരു വാദം അവിടെ കോൺഗ്രസ് ഉന്നയിക്കും, ഇവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ചുള്ള ഒരു പ്രതിഷേധം, അതിനുള്ള സാധ്യത അത് രാജ്യതലസ്ഥാനത്തുണ്ടാകും, മറ്റിടത്തുണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നോക്കൂ സ്മൃതി, ഈ എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയും ഈ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്തത്? നേരത്തെ തന്നെ ഓൺ എയറിൽ ഈ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് പ്രചരിക്കാതിരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അതിനൊരു മറയാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് ഇന്ത്യ മുന്നണി ഏകദേശം ദുർബലമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു പുനർജീവൻ നൽകിയത് ഈ ആം ആദ്മി പാർട്ടിയാണ്. ഈ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ടുപോകുന്ന ഒരു ഘട്ടത്തിൽ മമതാ ബാനർജി ഈ സീറ്റ് പ്രഖ്യാപനം ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ദുർബലപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഒക്കെ, ഈ മറുഭാഗത്ത് ചൗധരി വിട്ടുപോകുന്ന ഘട്ടത്തിൽ ഒക്കെ തന്നെ ഈ മുന്നണിയാക്കി പിടിച്ചു നിർത്തിയതും അതിനുള്ള ആദ്യത്തെ ശ്രമം തുടങ്ങിയതും കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ സജീവമാക്കിക്കൊണ്ടും പഞ്ചാബിലും ഡൽഹിയിലും സീറ്റ് വിഭജന ചർച്ചകൾ വളരെ എളുപ്പം തന്നെ സാധ്യമാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണി പിടിച്ചു നിർത്താൻ ശ്രമിച്ചൊരു നേതാവാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും. നമ്പർ 2, ഇന്ന് BJP ഇന്ത്യയിൽ ഭയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. എന്തുകൊണ്ടെന്നാൽ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം അതിനകത്തൊരു മൃദു ഹിന്ദുത്വ രാഷ്ട്രീയം, അവിടെ രാമക്ഷേത്രത്തിന് വേണ്ടി മന്ത്രം ചൊല്ലുമ്പോൾ ഇവിടെ ഹനുമൻ ചാലീസ ചൊല്ലുന്നു എന്ന ഒരു വ്യത്യാസം മാത്രമേ ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലുള്ളൂ. വെൽഫെയർ രാഷ്ട്രീയം എന്ന് കുറച്ച് നന്നായി BJPയേക്കാൾ അത് നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന, BJPയേക്കാൾ കുറച്ചധികം ഇൻ്റലക്ച്വൽസ്
സജീവമായിട്ടുള്ള ഒരു ടെക്നോ ബ്യൂറോക്രാറ്റിക് ഡ്രിവണായ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്നത് BJPയെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു വലിയ ഷെയർ പിടിച്ചുപറ്റാൻ കഴിയുന്നതും അവിടെ അവരുടെ സഖ്യകക്ഷിയായ ശിരോമണി അകാലിദൾ ദുർബലപ്പെട്ടു പോകുന്നതും പിന്നീട് ആ ഘടകകക്ഷിയെ ആ ഘട്ടത്തിൽ നിന്ന് മാറുന്നതും BJPക്ക് പഞ്ചാബിൽ ഒരു സ്റ്റേക്ക് ഇല്ലാതെ പോകുന്നതും അവിടെയാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയെ തുന്നിക്കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നൂലാണ് എന്ന് വ്യക്തമായി തിരിച്ചറിയാവുന്ന നരേന്ദ്രമോദി ആം ആദ്മി പാർട്ടിയിലേക്ക് നിലപാട് ഘടിപ്പിക്കുന്നു. ദാറ്റ്സ് നമ്പർ 1. പക്ഷേ അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ആ പല ഘട്ടങ്ങളിലായിട്ട് ചിതറി നിന്നിരുന്ന ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകങ്ങളും ഒരൊറ്റ രാത്രി കൊണ്ട് ഒരുമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ രാത്രിയിലും ഇന്നലത്തെ രാത്രിയിലും കഴിഞ്ഞ 24 മണിക്കൂറുകളായി ഇന്ത്യ മുന്നണിയിൽ മമതാ ബാനർജി മുതൽ ഇങ്ങ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി മുതൽ നാഷണൽ കോൺഫറൻസിൻ്റെ ലീഡർ മുതൽ ഇങ്ങ് തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ വരെയുള്ളവർ ഒരുമിച്ച് നിൽക്കുകയും പത്രപ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാവുന്നു. ഒരു ഭാഗത്ത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ പേരിലുള്ള ഒരു വലിയ തട്ടിപ്പ് നടക്കുന്നു. സ്മൃതി, ഈ ബോഫോർ സ്കാം എത്ര കോടിയുടേതായിരുന്നു എന്നറിയാമോ? 64 കോടിയുടെ മാത്രമായിരുന്നു. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഇലക്ട്രൽ ബോണ്ട് 6060 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ തട്ടിപ്പിൻ്റെ കഥയാണ്. അതെങ്ങനെയാണ് സ്വകാര്യ താല്പര്യ കക്ഷികൾക്ക് സർക്കാരിൻ്റെ നയങ്ങൾ മാറ്റിക്കൊടുത്തത്, അവർക്ക് വൻ ലാഭമുണ്ടാക്കി കൊടുത്തത്, ED ഉപയോഗിച്ച് റീഡ് ചെയ്തിട്ട് വൈറ്റ് വാഷ് ചെയ്ത് കൊടുത്തത്, അതിനൊക്കെ ലഭിച്ച പൊളിറ്റിക്കൽ കിക്ക് ബാക്ക് ആയിട്ട് ഇലക്ട്രൽ ബോണ്ട് വന്നത് എങ്ങനെയാണെന്ന് ഈ രാജ്യം ചർച്ച ചെയ്യാതിരിക്കണം. 64 കോടി രൂപയുടെ ഒരു കിക്ക് ബാക്ക് ബോഫോർ സ്കാൻഡൽ ഏറെക്കാലം നമ്മൾ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ BJPക്ക് വരും കാലഘട്ടത്തിൽ അഡ്രസ്സ് നഷ്ടമാവുന്നൊരു വലിയ പൊളിറ്റിക്കൽ സ്കാൻഡലാണ് ഇലക്ട്രൽ ബോണ്ട് സ്കാം എന്നുള്ളത്. ആ ഇലക്ട്രൽ ബോണ്ട് സ്കാമിനെ മറികടക്കാനുള്ള ഒരു പാഴായ ശ്രമം എന്നാണ് ഞാൻ അതിനെ കണക്കാക്കുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്താം. ഇത് കേരളത്തിലും വരാൻ പോകുന്നു എന്നതിൻ്റെ തിരിച്ചറിവിലാണ് തൃശ്ശൂരിൽ CPM അടിയന്തരമായിട്ട് യോഗം കൂടിയത്. കരുവന്നൂരിൽ AC മൊയ്തീനെ കൊടുക്കാൻ ശ്രമിച്ചത്. നോക്കൂ, ഒരു പാരൽ ലൈൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ അരബിന്ദോ ഫാർമയുടെ ശരത്ചന്ദ്ര റെഡ്ഡിയും ഇവിടെ കേരളത്തിലേക്ക് വന്നാൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറും തമ്മിലൊരു ലൈൻ കാണാം. ശിവശങ്കരനെ പരമാവധി അവർ ഉപദ്രവിക്കുകയും പരമാവധി ജയിലിലിടുകയും എല്ലാ തരത്തിലും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടും അപ്രൂവറാക്കി മാറ്റാമെന്നുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടും സ്വപ്ന സുരേഷ് പോലും മാപ്പുസാക്ഷിയെ മാറിയിട്ടും ശിവശങ്കർ അത് ചെയ്യാതെ പോയത്. മുഖ്യമന്ത്രിയുടെ പേരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ശിവശങ്കരനെ അപ്രൂവറാക്കിയ കേസിൽ എങ്ങനെയാണോ ഇവിടെ മാപ്പുസാക്ഷിയായി ശരത്ചന്ദ്ര റെഡ്ഡി മാറിയത്, സമാനമായ രീതിയിൽ കേരളത്തിലും കടന്നു വരാൻ കഴിയുമായിരുന്നു. അവിടെ ആ അർത്ഥത്തിൽ ശിവശങ്കർ അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ശിവശങ്കർ അപ്രൂവറായി മാറിയില്ല എന്നതുകൊണ്ടാണ് ഒരു പരിധിക്കപ്പുറം സ്വർണ്ണക്കടത്തിലേക്ക് കടന്നു കയറാൻ കഴിയാതെ പോയത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ വിജയ് നായരും ഒപ്പം തന്നെ ശരത്ചന്ദ്ര റെഡ്ഡിയും അപ്രൂവറായി മാറുന്ന ഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാളിലേക്ക് ആ കേസിൻ്റെ പഴുതുപയോഗിച്ചുകൊണ്ട് ED എത്തിയിരിക്കുന്നത്. ഈ പാറ്റേൺ ഇനിയും തുടരും. കരുവന്നൂരിലേക്ക് ഒരുപക്ഷെ വന്നേക്കാം എന്ന സൂചനയും നമ്മൾക്ക് ഇപ്പോൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം ഇതൊരു ലാസ്റ്റ് ഫൈറ്റാണെന്ന് BJPക്ക് അറിയാം. ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നതാണ് പ്രാഥമികമായ കാര്യം. ശരി, നികേഷ് കുമാർ, ഇതിപ്പോൾ ആപ്പിനെ ഒരു പ്രധാന എതിരാളിയായി BJP കാണുന്നുണ്ടോ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 7 സീറ്റും നഷ്ടമായിരുന്നതാണ്. പക്ഷേ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70-ൽ 67 നേടി. അപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് ഡൽഹിയിലെ ഫലങ്ങൾ സാധാരണഗതിയിൽ എന്ന് നമ്മൾ നോക്കിയാൽ വളരെ വിചിത്രമായി തോന്നും. കാരണം 2015-ൽ 2020-ൽ 67 സീറ്റുകളാണ് യഥാക്രമം 2015-ലും 2020-ലും. 2015-ൽ 67 സീറ്റുകൾ, 2020-ൽ 62 സീറ്റുകൾ. 70 സീറ്റിലാണ് 62 സീറ്റുകൾ ലഭിക്കുന്നത്. അത് ഈ സംസ്ഥാന നിയമസഭയിൽ കെജ്രിവാൾ സെൻട്രിക് ആയിട്ടുള്ള ക്യാമ്പയിൻ നടക്കുമ്പോഴാണ്. അതായത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുള്ള ഈ വെൽഫെയർ പ്രോഗ്രാംസ് ഉണ്ടല്ലോ, ആ വെൽഫെയർ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് ആം ആദ്മി പാർട്ടി വലിയ വിജയം നേടുന്നത്. അപ്പോൾ എതിരാളികൾ നാമാവശേഷമായി പോവുകയാണ് ചെയ്യുന്നത്. പ്രധാന എതിരാളിയായി BJP ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ BJPക്ക് ആകെ സീറ്റ് കിട്ടുന്നത് 3ഉം 7ഉം ഒക്കെയാണ് എന്നുള്ളതാണ് പ്രധാനം. കോൺഗ്രസിന് സീറ്റേ ഇല്ല എന്നുള്ള അവസ്ഥയുണ്ട്. അതേസമയം നാഷണൽ ഇലക്ഷൻ വരുമ്പോഴോ ഒരു നരേന്ദ്രമോദി സെൻട്രിക് ആയിട്ടുള്ള ക്യാമ്പയിനാണ് നടക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദി സെൻട്രിക് ആയിട്ടുള്ള ക്യാമ്പയിൻ വരുന്ന സമയത്ത് ആം ആദ്മി പാർട്ടി നാമാവശേഷം, അവിടെ ഇവരുടെ ആം ആദ്മി പാർട്ടിയുടെ വെൽഫെയർ പ്രോഗ്രാംസ് ഒന്നും ഒരു വിഷയമേ ആകുന്നില്ല. അവിടെ ഈ ഹിന്ദുത്വ, നരേന്ദ്രമോദിയുടെ 58 ഇഞ്ച്, ഇതൊക്കെയാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടി 7-0 നേടി പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ BJP ചെയ്തു എന്ന് ഞാൻ അനുമാനിക്കുന്ന, തെറ്റാം കേട്ടോ, അനുമാനിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് വീണ്ടും ഒരു അരവിന്ദ് കെജ്രിവാൾ സെൻട്രിക് ആയിട്ടുള്ള ഇലക്ഷനാക്കി. ഇത് വെറും നരേന്ദ്രമോദി വേഴ്സസ് നൺ
എന്ന് പറയുന്ന ഒരു ഇലക്ഷനെ യഥാർത്ഥത്തിൽ ഒരു അരവിന്ദ് കെജ്രിവാൾ ഇലക്ഷനാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ അല്പം ദിവസങ്ങൾ തിരിഞ്ഞു മുന്നോട്ട് പോയാൽ 7 സീറ്റുകളിൽ 4 സീറ്റുകൾ ആം ആദ്മി പാർട്ടി മത്സരിക്കുകയും 3 സീറ്റ് കോൺഗ്രസ് മത്സരിക്കുകയും ചെയ്തിട്ട് ഒരു ഫോർമിഡബിൾ ആയിട്ടുള്ളൊരു ഫോഴ്സായി ഇന്ത്യ ബ്ലോക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ദില്ലിയിൽ മാത്രമല്ല, തൊട്ടടുത്ത പഞ്ചാബിലും ഇതേ രീതിയിൽ പ്രതിഫലിക്കാം. നോക്കൂ, പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ച് മത്സരിക്കേണ്ടതില്ല എന്നുള്ളതൊരു തീരുമാനമാണ്. അവിടെ സീറ്റ് വിഭജനത്തിൽ തർക്കമുള്ളത് കൊണ്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വേർപിരിഞ്ഞതല്ല. കാരണം മൂന്നാമത്തെ ഒരു ശക്തി പ്രധാന എതിരാളിയായി വരാതിരിക്കാൻ വേണ്ടി പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുന്നു എന്നുള്ളതാണ്. നാളെ ഒരുപക്ഷെ ഏതെങ്കിലും സീറ്റിൽ BJP കടന്നു വരാൻ സാധ്യതയുണ്ട്, അകാലിദൾ കടന്നു വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ അവിടെയും മുഴുവൻ സീറ്റും, ദില്ലിയിൽ ശക്തമായ ഒരു മത്സരവും, ഹരിയാനയിൽ സമീപ ദിവസങ്ങളിലാണ് BJPയുടെ മുന്നണി പരാജയപ്പെട്ടിട്ടുള്ളത്. ആ ഘട്ടത്തിൽ മാത്രമല്ല, അവിടെ ആം ആദ്മി പാർട്ടിക്ക് യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹോം സ്റ്റേറ്റ് ഹരിയാനയാണ്. അവിടെ നല്ല രീതിയിലുള്ള ആം ആദ്മി പാർട്ടി വോട്ടുണ്ട്. ഈ വോട്ട് ഇനി വേറൊരു കാര്യം വരാൻ പോകുന്നത്, ഈ വികാരം മാത്രമല്ല, വോട്ടിൻ്റെ സാധാരണഗതിയിൽ നമ്മൾ എന്താ കാണുക, കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും എന്ന് പറയുന്നത് 10 വർഷം മുമ്പുള്ള ബദ്ധശത്രുക്കളാണ്. ഈ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും യോജിച്ച് നിൽക്കുന്നു എന്ന് കണ്ടാൽ തന്നെയും ഈ വോട്ടുകൾ അങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുമോ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഉത്തർപ്രദേശിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും യോജിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് ഷെയർ ചെയ്യപ്പെടുന്നില്ല എന്ന് എല്ലാ കാലഘട്ടത്തിലും സമാജ്വാദി പാർട്ടി കുറ്റം പറയാറുണ്ട്. BSP സമാജ്വാദി പാർട്ടി ചേരുമ്പോൾ BSPയിലേക്ക് സമാജ്വാദി പാർട്ടിയുടെ വോട്ട് പോകും, പക്ഷേ BSPയുടെ വോട്ട് സമാജ്വാദി പാർട്ടിക്ക് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിലും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് കോൺഗ്രസിന് കിട്ടുമോ എന്നുള്ളത് സംബന്ധിച്ച് ഒരാശങ്ക കോൺഗ്രസിനുണ്ടായിരുന്നു. ഇപ്പോൾ അത് ദില്ലിയിൽ മാത്രമല്ല, ഉദാഹരണത്തിന് ഹരിയാനയിലായിക്കോട്ടെ, അസമിലായിക്കൊള്ളട്ടെ, ഗുജറാത്തിലായിക്കൊള്ളട്ടെ, ആം ആദ്മി പാർട്ടിയുടെ നല്ല പ്രസൻസ് ഉള്ള ഇടങ്ങളിലെല്ലാം തന്നെയും കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഷെയർ കോൺഗ്രസിന് കിട്ടുകയും ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന ചില്ലറ സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ വോട്ട് പോവുകയും ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ കൺസോൾഡേറ്റ് ചെയ്യുകയാണ് എങ്കിൽ, ഒരിക്കൽ കൂടി ഞാൻ അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി പറയാം. നോക്കൂ, തെക്ക് നമുക്കറിയാം, കേരളത്തിൽ ഇവിടെ ഇന്ത്യ ബ്ലോക്കിനപ്പുറത്തേക്ക് വേറൊരു BJP ജയിക്കുമെന്ന് കരുതാനാകില്ല. തമിഴ്നാട്ടിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി DMK ജയിക്കുമെന്നാണ് എല്ലാ സർവേകളും പറയുന്നത്. തെലങ്കാനയിൽ കോൺഗ്രസിന് മുൻപ് 2 സീറ്റുകൾ മാത്രമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അതിൽ കൂടുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം BRSൻ്റെ എല്ലാവരും ഒലിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു. അവിടെ പ്രധാന ശക്തിയായിട്ട് ഇപ്പോൾ BJP, രണ്ടാം ശക്തിയായിട്ട് BJP വന്നിരിക്കുന്നു. കോൺഗ്രസ് ആണ് അവിടുത്തെ മുഖ്യശക്തി. കർണാടകത്തിൽ കഴിഞ്ഞ തവണത്തെ കിട്ടിയ സീറ്റ് കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു BJP. അതുകൊണ്ടാണല്ലോ JDSനെ ഒപ്പം കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ തെക്ക് കഴിഞ്ഞതിനേക്കാൾ മോശപ്പെട്ട റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ കിഴക്ക് മോശമായതുകൊണ്ടാണ് നിങ്ങൾ JDUവിനെ കൂട്ടിയിരിക്കുന്നത്. മാത്രമല്ല, JDUവിനെ കൂട്ടിയെങ്കിൽ തന്നെയും അവിടെ മഹാഗഠബന്ധൻ വലിയ നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കിഴക്കും പ്രശ്നങ്ങൾ, ഇപ്പം ജാർഖണ്ഡ് മുക്തി മോർച്ചയിൽ ഈ പറയുന്ന രീതിയിൽ അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവരും ഒരു പുനരുജ്ജീവനത്തിൻ്റെ പാതയിലാണ്. കിഴക്കതാണ് സ്ഥിതിയെങ്കിൽ പിന്നെ മഹാരാഷ്ട്രയിൽ പടിഞ്ഞാറേക്ക് പോയാൽ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് കുറച്ചുകൂടി മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കുമെന്നും ഈ പറയുന്ന സർവേകൾ തെളിയിക്കുന്നു. പിന്നെ ഏതാ ഉള്ളത്? ഹിന്ദി ഹാർട്ട്ലാൻഡ്, ഹിന്ദി ഹൃദയഭൂമിയാണ് പ്രശ്നം. അവിടെയാണ് ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഓർക്കണം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, പിന്നെ BSP, AMIM ഇതെല്ലാം വേറെ വേറെ മത്സരിച്ചിടത്താണ് ഇനിയിപ്പോൾ BJP വേഴ്സസ് ഒരു സിംഗിൾ കാൻഡിഡേറ്റ് എന്നുള്ള അവസ്ഥ വരുന്നത്. അപ്പോൾ അബ്കി ബാർ 400 ബാർ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോകുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാണ്. ആ ആശങ്കയാണ് യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലേക്ക് എത്തിച്ചത്. അത് കൂനിന്മേൽ കുരുവായി. ശരി, പ്രതിപക്ഷത്തെ പൂട്ടാനോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അങ്ങനെ തന്നെയാണ്, 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു, പൂട്ടാൻ തന്നെയാണ് എന്ന്. മീറ്റ് ദി എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. ഗുഡ് നൈറ്റ്. Meet the editors.